ഈ വീഡിയോ ഒന്ന് കാണണേ. പാരന്റിങ്ങിൽ രക്ഷിതാക്കൾ അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പാഠമാണ്. ശരിക്കും ഒരു അമ്മ കയറി വരുന്നു, നമ്മുടെ നാട്ടിലൊക്കെ സംഭവിക്കുന്നതാണ്. അമ്മമാർ വരുമ്പോൾ ഒരു 3 വയസ്സിന് താഴെയുള്ള കുട്ടികൾ അവരെ കയ്യിൽ കിട്ടിയത് എന്തും, ചില കുട്ടികളൊക്കെ കൺമഷിയൊക്കെ എടുത്ത് മുഖത്തും അവിടെ ചുമരിലും ഒക്കെ ഇങ്ങനെ ആക്കിയിട്ടുണ്ടാവും. ചിലർ മൈദ പാക്കറ്റൊക്കെ പൊട്ടിച്ചിട്ട് നിലത്തൊക്കെ മുഴുവൻ ആക്കിയിട്ടുണ്ടാവും. അങ്ങനെ പോകുന്നത് ചോക്ലേറ്റോ എന്തോ ഒരു സാധനം എടുത്തിട്ട് ശരിക്കും കുട്ടി അവിടെ ആകെ മെസ്സപ്പാക്കി, ആകെ നാശാക്കി. ഇത് ഒരു നല്ല റൂമിൽ ഒരു വീട്ടിൽ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഏത് അമ്മയും കയറി വന്നു കഴിഞ്ഞാൽ അത്ര ചെറിയ കൊച്ചിനെ ചീത്ത പറഞ്ഞ് വഷളാക്കിയിട്ട് ചെറുതാണ്, മനസ്സിലാവാൻ പ്രായമായിട്ടില്ല എന്നൊക്കെ അറിയാം, പക്ഷെ ആകെ ദേഷ്യത്തിലായിരിക്കും പെരുമാറാം. പക്ഷെ ഇവിടെ ഈ അമ്മ പെരുമാറുന്നത് നമുക്കൊക്കെ ഒരു പാഠമാണ്. ശരിക്കും വരുന്നു, ഒരു ഇത്തിരി സമയം അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു, ഒന്ന് ആലോചിക്കുന്നു ഞാനിപ്പോ എന്ത് ചെയ്യണം എന്നുള്ളത്. ഈ വീടിനേക്കാൾ ഈ വൃത്തികേടിനേക്കാളൊക്കെ എനിക്ക് വലുത് എൻ്റെ കുട്ടിയാണെന്ന തിരിച്ചറിവുണ്ടാകുമ്പോൾ അപ്പൊ തന്നെ ശരിക്കും കുട്ടിയോട് കളിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഇതിങ്ങനെ ചെയ്തത് രസമായിട്ട് ഞാനും എൻജോയ് ചെയ്യുന്നു എന്നുള്ളത് കൂടുന്നു. അങ്ങനെ കൂടി ഒരു മിനിറ്റ് കഴിയുമ്പോഴേക്ക് അച്ഛൻ വരുന്നുണ്ട്. അച്ഛൻ വന്നപ്പോഴും അച്ഛന് ഒരു സെക്കൻഡ് കൊണ്ട് ബോധം വരുന്നു, ഇവിടെ അടിപിടി ഉണ്ടാക്കുന്നതല്ല ശരി എന്ന് മനസ്സിലാക്കുകയും വേഗം കുട്ടിയെ അതിനിട്ടൊന്ന് ഉരുട്ടി ഒന്ന് കറക്കി. കുട്ടി പേടിച്ചിരിക്കുന്ന ഒരു മൊമെന്റ് നമുക്ക് കാണാം. തൊട്ട് അടുത്ത മൊമെന്റിൽ കുട്ടി ഭയങ്കര ഹാപ്പി ആവുകയാണ് ചെയ്യുന്നത്. ഹാപ്പി ആവുന്നു, പിന്നെ കുട്ടീനെ കൊണ്ടുപോയി ക്ലീൻ ചെയ്യുന്നു, അതിനുശേഷം കംപ്ലീറ്റ് വൃത്തിയാക്കുന്നു ഒക്കെ ചെയ്യുന്നു. നമ്മൾ ഓർക്കുക, നമ്മുടെ വീട്ടിൽ ശരിക്കും കുട്ടികൾക്ക് വേണ്ടി ഒരു റൂമും അവിടെ കുട്ടികൾക്ക് ചുമരിൽ വരയ്ക്കാനുള്ള അവസരം വരെ കൊടുക്കണം എന്ന് പറയാം. കുഞ്ഞു പ്രായത്തിൽ അവർ ഇതല്ലാതെ ഇതിനേക്കാൾ പക്വതയിൽ നമ്മളൊന്നും പ്രതീക്ഷിക്കരുത്. സോ അവര് ജീവിതത്തിൽ ഇനി ഓർത്ത് വെക്കുന്നത് അന്നുണ്ടായ ആ നല്ല അനുഭവമാണ്. അന്ന് നിങ്ങളൊരു ദുരനുഭവം ഉണ്ടാക്കി അതൊരു ട്രോമയായിട്ട് അവർക്ക് അവരുടെ ഉള്ളിൽ കിടക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് കുട്ടികളെ വളർത്തുന്നവർ എപ്പോഴും കുട്ടികളുടെ പ്രായം കൂടെ മാനിച്ചുകൊണ്ട് ചെയ്യുക. അവർ ഹാപ്പിയാക്കി നിർത്താൻ കഴിയുകയാണെങ്കിൽ നിങ്ങൾ എന്ന പാരന്റ് വിജയിച്ചു എന്നാണ്. ഏറ്റവും നല്ലൊരു കുട്ടിയെ ഈ ലോകത്തിന് സമ്മാനിക്കാൻ കഴിയുന്നുള്ളതാണ്. ബി പ്രാക്ടിക്കൽ ഇൻ യുവർ ലൈഫ്.